Hello, welcome to CMS Creations. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് KTET 2020 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിസംബർ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ഏകദേശം ഒരു ജനുവരിയിലാണ് നടന്നത്. അപ്പോൾ ആ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ സൈക്കോളജി, അഡോളസെന്റ് സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. KTET ഡിസംബർ 2020 കാറ്റഗറി 3 പാർട്ട് 1 അഡോളസെന്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതായത് 3 പാർട്ടായിട്ടാണ് നമ്മൾ കാറ്റഗറി 3 വരുന്നത്. അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. പാർട്ട് 1 അഡോളസെന്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് 40 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, naturally occurring response in learning theory is called conditioned response, aversive response, unconditioned response and vigorous response. Natural ആയിട്ട് occur ചെയ്യുന്ന റെസ്പോൺസ് ലേണിംഗ് തിയറിയിൽ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, naturally occurring response in learning theory is called unconditioned response. എന്താണ് unconditioned response? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് conditioned response? Conditioned response is the learned response to the previously neutral stimulus. Learned response ആണ് എന്ത് conditioned response എന്ന് പറയുന്നത്. Then aversive response. എന്താണ് aversive response എന്ന് പറഞ്ഞാൽ? Is a learned negative undesired reaction to unpleasant event. Negative undesired reaction. Then unconditioned response. Unconditioned response ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് naturally occurring response. Then vigorous response എന്ന് പറയുന്നത് empathetic concern and personal distress are distinct vigorous responses. അതായത് empathetic concern and personal distress, emotional എന്നൊക്കെ പറയാം. Okay. Then second question, Kohlberg proposed a stage theory of. Kohlberg proposed ചെയ്തിട്ടുള്ള stage theory ഏതാണ്? Social development, psychosocial development, cognitive development and moral development. And our correct answer, option D, moral development. Kohlberg proposed a stage theory of moral development. And option A, social development, Vygotsky. And psychosocial development, Erikson. Cognitive development, Piaget. And moral development, Kohlberg. And third question, who is known as the father of inclusive education? Inclusive education the father എന്നറിയപ്പെടുന്ന ആരാണ്? Alan Bloom, Ovid de Crowley, John Dewey and Lev Vygotsky. And the correct answer is option B, Ovid de Crowley. Who is known as the father of inclusive education? Ovid de Crowley. And fourth question, Lakshmi complains when her tall thin glass of juice is poured into a short but wider glass. She tells her father that she now has less juice. Lakshmi has not yet grasped the principle of. അതായത് ലക്ഷ്മിയുടെ നല്ല ഉയരം കൂടിയ കട്ടി കുറഞ്ഞ ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ് എന്ത് ചെയ്തു, ചെറിയ വീതി കൂടിയ ഗ്ലാസ് ആക്കിയിട്ട് മാറ്റിയപ്പോൾ അവൾ അവളുടെ ഫാദറിനോട് പറഞ്ഞു എന്താണ്, അവൾക്ക് ഇപ്പോൾ കുറച്ച് ജ്യൂസാണ് കിട്ടുന്നതാണ് പരാതി പറയുന്നത്. ഇത് എന്ത് പ്രിൻസിപ്പിളാണ് ലക്ഷ്മി മനസ്സിലാക്കാത്തത്? ലക്ഷ്മി ഹാസ് നോട്ട് യെറ്റ് ഗ്രാസ്പ്ഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് വിച്ച് വൺ? ഓപ്ഷൻ എ കൺവേർഷൻ, അനിമിസം, ഇക്കോസെൻട്രിസം ആൻഡ് constancy. The correct answer is conversion. Then what is animism? Is the belief that objects that are inanimate, that is not living, have feelings, thoughts and have the mental characteristics and qualities of living things. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് എന്താണ് പറയാ, വികാരങ്ങളും ചിന്തകളൊക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യാം, നമ്മളുടെ മനസ്സിന് എന്ത് ചെയ്യണം, ഉണ്ടെന്നും ജീവജാലങ്ങളുടെ മാനസിക സ്വഭാവങ്ങളും ഗുണങ്ങളും ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ ഉണ്ട് എന്നൊക്കെ ഒന്ന് വിശ്വസിക്കും. ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, എ ചൈൽഡ് വുഡ് നോട്ട് വാണ്ട് ടു ലീവ് ദ ടെഡി ബിയർ ഔട്ട്സൈഡ് ഫോർ ഫിയർ ദാറ്റ് ഇറ്റ് മൈറ്റ് ഗെറ്റ് കോൾഡ് അറ്റ് നൈറ്റ് ആൻഡ് ബി ലോൺലി വിത്തൗട്ട് ദം. അതായത് നമ്മൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ ടെഡി ബിയർ ഒക്കെ കെട്ടിപ്പിടിച്ച് കിടക്കും, ഒറ്റയ്ക്ക് കിടക്കാൻ പോയിട്ടുള്ളവരൊക്കെ ടെഡി ബിയർ ഒക്കെ കെട്ടിപ്പിടിച്ച് കിടക്കുമല്ലോ. ഏകദേശം അത്തരത്തിലുള്ളതാണ് എന്ത് അനീമിസം എന്ന് പറയുന്നത്.
Then C, egocentrism is the inability to take the perspective of another person. Egocentrism എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ വീക്ഷണം സ്വീകരിക്കാനുള്ള കഴിവില്ലായ്മ. മറ്റൊരാൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇനബിലിറ്റി, നമുക്ക് മറ്റൊരാൾ പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. മറ്റൊരു വ്യക്തിയുടെ വീക്ഷണം നമുക്ക് എന്ത് ചെയ്യാനില്ല, സ്വീകരിക്കാനുള്ള കഴിവില്ലായ്മയാണെന്ന് പറയുന്നത്. Egocentrism is the inability to take the perspective of another person. Then constancy phenomenon, the tendency of animals and humans to see familiar objects as having standard shape, size, color or locations regardless of change in the angle of perspective, distance or lights. സ്ഥിരമായ പ്രതിഭാസത്തിലെ കാഴ്ചപ്പാട്, ദൂരം അല്ലെങ്കിൽ ലൈറ്റിംഗ് എന്നിവയുടെ കോണിലെ മാറ്റങ്ങൾ കണക്കിലെടുക്കാതെ മൃഗങ്ങൾക്കും മനുഷ്യർക്കും പരിചിതമായ വസ്തുക്കളെ സാധാരണ ആകൃതി, വലിപ്പം, നിറം അല്ലെങ്കിൽ സ്ഥാനം എന്നിവ കാണാനുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് കോൺസ്റ്റൻസി ആണ്. അതായത് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ പറയാം അല്ലെ, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളത്. അപ്പോൾ എന്താണ്, സ്ഥിരമായ പ്രതിഭാസത, സ്ഥിരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒന്നിലും മാറ്റം വരുത്താതെ, കോണിലോ മാറ്റങ്ങളോ കണക്കിലെടുക്കാതെ മനുഷ്യർക്കും അല്ലെങ്കിൽ മൃഗങ്ങൾക്കും പരിചിതമായ വസ്തുക്കളെ സാധാരണ ആകൃതി, വലുപ്പം, നിറം അല്ലെങ്കിൽ സ്ഥാനം എന്നീ രീതിയിൽ സാധാരണ രീതിയിൽ തന്നെ കാണുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് പുട്ട് ഫോർവേഡ് ബൈ ആൽപോർട്ട്. ആൽപോർട്ട് മുമ്പോട്ട് വെച്ച പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഏതാണ്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൻഡ് കോഗ്നിറ്റീവ്, ഇമോഷണൽ, ഫിസിയോളജിക്കൽ, then id, ego, superego, cardinal, central and secondary. And the correct answer is cardinal, central and secondary. Next question, the theorist associated with the concept attainment model is, concept attainment model ആയിട്ട് ബന്ധപ്പെട്ടുള്ള theorist ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Jerome S. Bruner, David Osbel, Jean Piaget, Lev Vygotsky. And the correct answer is option A, Jerome S. Bruner. Then Shruti is an 8th standard student. She has a very high achievement score in all subjects except mathematics. She has some particular difficulty in doing addition, subtraction, division and multiplication. Here we can assume that she is having dyslexia, dysgraphia, dyscalculia, dyspraxia. അതായത് ശ്രുതി എന്ന് പറയുന്ന ഒരു വെരി ഹൈ അച്ചീവ്മെന്റ് സ്കോർഡ് സ്റ്റുഡൻസ് ആണ്. എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് ഉണ്ട്. പക്ഷെ മാത്തമാറ്റിക്സിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്കൊരു സം ഡിഫിക്കൽട്ടീസ്, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എന്തിൽ? അഡീഷന്, സബ്ട്രാക്ഷന്, ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അത് എന്തിനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏത് മെത്തേഡ് ആണെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയപ്പെടുന്നത് എന്താണ്? ഡിസ്ലെക്സിയ എന്നാണോ, ഡിസ്ഗ്രാഫിയ ആണോ, ഡിസ്കാൽക്കുലിയ ആണോ, ഡിസ്പ്രാക്സിയ ആണോ? Yes, definitely is known as dyscalculia. അഡീഷൻ, കാൽക്കുലസിൽ വരുന്ന ബുദ്ധിമുട്ടിനെ ഡിസ്കാൽക്കുലിയ എന്നാണ് പറയുന്നത്. Then എന്താണ് ഡിസ്ലെക്സിയ? റീഡിംഗ് ഡിസബിലിറ്റി ആണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. Then ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് അഫക്ട് റൈറ്റിംഗ് എബിലിറ്റീസ്. റൈറ്റിംഗ് എബിലിറ്റീസിൽ വരുന്നതാണ് ഡിസ്ഗ്രാഫിയ. Then സി നമ്മൾ പറഞ്ഞു ഡിസ്കാൽക്കുലിയ കണക്കിൽ വരുന്നത്. Then dyspraxia is a brain based motor disorder. മോട്ടോർ സ്കിൽസിൽ വരുന്ന ഡിസോർഡറിനെയാണ് നമ്മൾ എന്താ പറയുക? ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. Select the most suitable technique to deal with dyscalculia. Occupational therapy, multisensory language approach, inductive approach, peer assistance using diagram. ഈ ഡിസ്കാൽക്കുലിയ നേരിടുന്ന കുട്ടികൾക്ക് ഏറ്റവും suitable ആയിട്ടുള്ള ടെക്നിക്കാണ് ചോദിച്ചിട്ടുള്ളത്. And the answer is peer assistance using diagram. The name William Stern is closely associated with emotional quotient, multiple intelligence, intelligence test, intelligence quotient. Okay, William Stern വരുന്നത് ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നാണ്. And the correct answer is intelligence quotient. Then emotional intelligence, emotional quotient and emotional intelligence quotient. EIQ, emotional intelligence quotient, emotional strength was first introduced by Abraham Maslow. Then multiple intelligence was first proposed by Howard Gardner. Intelligence test, Lewis Terman was influenced psychologist who is known for the version of the Stanford-Binet intelligence test. Then intelligence quotient, William Stern.
10th question. Teacher uses projective test for revealing the conscious, unconscious, aptitude, intelligence. Projective test. Teacher uses projective test for revealing the unconscious. Heuristic are mnemonics, problem solving technique, chunks, none of the above. Heuristic എന്ന് പറയുന്നത് problem solving technique ആണ്. Heuristic problem solving technique. Then triple track plan is a program designed for mentally challenged, socially disadvantaged, intellectually gifted and culturally deprived. Triple track plan is a program designed for ആർക്ക് വേണ്ടിയിട്ടാണ് triple track plan program ഡിസൈൻ ചെയ്തിട്ടുള്ളത്? And the correct answer is option C, intellectually gifted. Triple track plan is program designed for intellectually gifted students. Writing the learner's response on the chalkboard is a sub-skill of non-verbal reinforcement, verbal reinforcement, questioning skill and stimulus variance. അതായത് ബോർഡിൽ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ ചോക്ക് കൊണ്ട് എന്ത് ചെയ്യണം, ലേണേഴ്സിന്റെ റെസ്പോൺസ് ചെയ്യുന്നത് അത് നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ആണോ, വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ആണോ, ക്വസ്റ്റ്യനിങ് ആണോ, സ്റ്റിമുലസ് വേരിയേഷൻ ആണോ? നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെർബൽ അല്ലാതെ വരുന്നത്. വെർബൽ റീഇൻഫോഴ്സ്മെന്റ് എന്നാൽ നമ്മൾ പറയുന്ന സൈസ് വരുന്നത്. ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് നമ്മൾ ചോദ്യം ചെയ്യുന്നതാണ്. സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രീഷിയേഷൻ, അതായത് കുട്ടികളെ എന്താ പറയാ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് അപ്രീസിയേഷൻ ചെയ്യുന്നതും അതേപോലെ അവരെ തൊട്ടുകൊണ്ട് പ്രശംസിക്കുന്നതൊക്കെയാണ് സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതിലായിരിക്കും ഈ റൈറ്റിംഗ് ദ ലേണേഴ്സ് റെസ്പോൺസ് ഓൺ ദ ചോക്ക് ബോർഡ് ഇസ് എ സബ് സ്കിൽ ഓഫ്? ഡെഫിനറ്റ്ലി ഓപ്ഷൻ എ, നോൺ വെർബൽ reinforcement. Writing the learner's response on chalkboard is a sub-skill of non-verbal reinforcement. Then 14th question. Select the correct combination related to continuous and comprehensive evaluation, that is CCE, to develop cognitive psychomotor skills and to make comparison between them. Option B, to determine social utility and maintain desired standard of performance. Option C, to label the students and collect information continuously and record them. And option D, to mark the poor, intelligent, inefficient and apply child-centered method of teaching. And the correct answer is option B, to determine social utility and to maintain desired standards of performance. Then 15th questions. Select the fourth stage in Gagne's hierarchy of learning. Gagne's hierarchy of learning le fourth stage വരുന്നു. Chaining, multiple discrimination, principal learning, verbal association. ഇതിൽ ഏതാണ് ഫോർത്ത് സ്റ്റേജ്? Gagne's hierarchy of learning le fourth stage ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ സ്റ്റേജുകൾ തന്നിട്ടുണ്ട്. താഴെ നിന്നാണ് പോകുന്നത്. ഫസ്റ്റ് സിഗ്നൽ ലേണിംഗ്, സെക്കൻഡ് സ്റ്റിമുലസ് റെസ്പോൺസ് ആൻഡ് ലേണിംഗ്, third one chaining, and fourth one verbal association, fifth one discrimination learning, and sixth one concept learning, and seventh one rule learning, and eighth one problem solving. അപ്പോൾ ഇതിലെ fourth step ഏതാണ്? verbal association, and the answer is option D. Then expand IEDC. Expand IEDC. Expand IEDC. IEDC expand ചെയ്യാണ്. Integrated education for disabled children, individualized education for disabled children, integrated education for disadvantaged children, individualized education for disadvantaged children. IEDC. And the correct answer is option A, integrated education for disabled children. Integrated education for disabled children. Then 17th question. Piaget used the term schema to refer the cognitive structure underlying organized patterns of. Piaget schema എന്ന് പറയുന്ന term യൂസ് ചെയ്തിട്ടുള്ള എന്തിനാണെന്ന്? underlying organized pattern of behavior, experience, operations, concept. And the correct answer is option D, concept. 18th question. When was KCF formed? KCF ഫോം ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2005, 2006, 2007 and 2008. And the correct answer is option C, 2007. Then next question.
Select the term used by Albert Bandura to refer to the overall process of social learning. Social learning the overall process refer ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൽബർട്ട് ബാൻഡ്ര ഉപയോഗിച്ചിട്ടുള്ള ടേം അതാണ് conditioning, self-efficacy, reinforcement and modeling. And the correct answer is option D, modeling. And 20th question. Before the athletic race, John says to his coach, I know I can do well in this race. This is the example for John's self-efficacy, overconfidence, self-boosting and intrinsic motivation. അതായത് ഒരു അത്ലറ്റിക് റേസിന്റെ മുമ്പ് ജോണിന്റെ കോച്ചിനോട് പറഞ്ഞു ഈ റേസിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ലതുപോലെ അവന് പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളത്, നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളത് അവൻ അറിയാന്നുള്ളത് അവൻ അവന്റെ കോച്ചിനോട് പറയാണ്. ഇത് എന്തിനുള്ളൊരു എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. ജോണിന്റെ എന്താണ് ഇവിടെ കാണിക്കുന്നത്? സെൽഫ് എഫിക്കസി ആണോ, അതോ ഓവർ കോൺഫിഡൻസ് ആണോ, സെൽഫ് ബൂസ്റ്റിംഗ് ആണോ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണോ? ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, സെൽഫ് എഫിക്കസി. സെൽഫ് എഫിക്കസി എന്നാൽ എന്താണ്? ഇസ് എ പേഴ്സൺസ് ബിലീവ് ഇൻ ഹിസ് or her ability to succeed in a particular situation. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ സക്സീഡ് ചെയ്യാൻ, വിജയിക്കാനുള്ള അല്ലെങ്കിൽ മെച്ചപ്പെടാനുള്ള ഒരു വ്യക്തിയുടെ വിശ്വാസം, അല്ലെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ആൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഹിസ് ഓർ ഹെർ ഉള്ള ഒരു വിശ്വാസത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്? സെൽഫ് എഫിക്കസിയാണ്, സ്വന്തമായിട്ടുള്ള ഒരു ബിലീഫ്, പേഴ്സൺസ് ബിലീഫ്. ഓക്കെ. ദെൻ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ആൻഡ് ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, an overestimation of one's actual ability to perform a task successfully. ഒരു ദൗത്യം വിജയകരമായി നിർവഹിക്കാനുള്ള ഒരാളുടെ യഥാർത്ഥ കഴിവിന്റെ അമിതമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് എന്ത് പറയുന്നത്? ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. Then self boosting, that boost about himself or herself, സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ബൂസ്റ്റ് ചെയ്യുക. Then intrinsic motivation is the act of doing something without any obvious external rewards. You do it because it's enjoyable and interesting rather than because of an outside incentive or pressure to do it, such as a reward or deadline. അതായത് നമ്മൾ സ്വന്തം എന്ത് ചെയ്യണം? നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളൊരു വർക്ക് ചെയ്ത് പുറത്തുനിന്ന് ഒരു പ്രഷർ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ, ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്നുള്ളൊരു ഡെഡ് ലൈൻ ഒന്നും ഇല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ എൻജോയ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Then next question, NCF 2005 proposes the evaluation system should be based on. NCF 2005 evaluation system should be based on. Evaluation system എങ്ങനെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ എ മാർക്ക്, ഓപ്ഷൻ ബി ഗ്രേഡ്, and ഓപ്ഷൻ സി both mark and grade, and ഓപ്ഷൻ ഡി none of the above. And the correct answer is option B, grades. Which answer best describes creative thinking? Creative thinking നെ best ആയിട്ട് describe ചെയ്യുന്നത് ഇതിൽ ഏതാണ്? Product of convergent thinking, project of convergent thinking, product of divergent thinking, product of reasoning, product of metacognitive thoughts. And the correct answer is option B, product of divergent thinking. And 23rd question, when we make use of many experience and examples for arriving to a generalized principle or conclusion, it's known as. അതായത് ഒരു തത്വത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിരവധി അനുഭവങ്ങളും ഉദാഹരണങ്ങളും ഉപയോഗിക്കുന്നത് എന്താണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുക, കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഡക്റ്റീവ് റീസണിംഗ്, ഹൈപ്പോത്തറ്റിക് ഡിഡക്റ്റീവ് റീസണിംഗ്, ഡിഡക്റ്റീവ് റീസണിംഗ് ആൻഡ് ട്രാൻസ്ഡേറ്റീവ് റീസണിംഗ്. And the correct answer is option A, inductive reasoning. You look at a picture for several seconds and then close your eyes tightly. You attempt to visualize the picture of that you viewed. Here you try to utilize the visual sensory memory, which is named as. അത് ഒരു ചിത്രത്തിലേക്ക് കുറേ നേരം നോക്കി നിന്നിട്ട് നമ്മുടെ കണ്ണുകൾ മുറുക്കി അടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ചിത്രത്തെ ഓർത്തെടുക്കുക. ഇത് ഏത് തരം വിഷ്വൽ സെൻസറി മെമ്മറിയാണ് പറയുന്നതെന്ന് ചോദിച്ചത്. അതായത് echoic memory, iconic memory, semantic memory and long term memory. Which one? And the option B is the correct answer, that is iconic memory. Then
Echoic memory. What is echoic memory? Echo എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലേ, എന്താണ് echo എങ്ങനെയാണ് കിട്ടുന്നത്? സൗണ്ടിലാണ് echo വരുന്നത്. So is the sensory memory that register specific to auditory information. That is echoic memory. Then iconic memory ഇപ്പോൾ നമ്മൾ പറഞ്ഞു is a type of sensory memory which stores image for a fraction of second. Then semantic memory refers to a portion of long-term memory that processes idea and concept that are not drawn from a personal experience. അതായത് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് വരാത്ത ആശയങ്ങൾ പ്രോസസ് ചെയ്യുന്ന ഒരു ലോങ് ടേം മെമ്മറിയാണ് എന്ത്, ഈ സെമാൻറ്റിക് മെമ്മറി എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിനെ എന്ത് ചെയ്യാണ് അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക ഫോൺ നമ്പർ ഓർക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിറത്തിനനുസരിച്ച് ഓരോ ഫ്രൂട്ടുകളുടെ പേര്, ഭക്ഷണത്തിന്റെ പേരുകൾ ഓർത്തിരിക്കുക. അതൊക്കെയാണ് എന്ത് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. The long-term memory refers to the storage of the information over an extended period. For a long term പേര് തന്നെ ഉണ്ടല്ലേ, ഒരുപാട് സമയം ദീർഘമായിട്ട് ഉള്ള മെമ്മറിയാണ് ഇത് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഓർത്തെടുക്കാൻ കഴിയുന്നതിനാണ് നമ്മൾ എന്താ പറയുക ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. Then the MMPI is used to assess memory, intelligence, personality and creativity. And the correct answer is option C, personality. The best remedy of the student's problem related to learning is suggestion for hard work, supervised study in library, suggestion for private tuition, diagnostic teaching. അതായത് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ പ്രശ്നത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പരിഹാരമാണ് എന്ത്, സജഷൻ ഫോർ ഹാർഡ് വർക്കിനെ സജസ്റ്റ് ചെയ്യുക, സൂപ്പർവൈസ്ഡ് സ്റ്റഡി ഇൻ ലൈബ്രറി വെച്ചിട്ടുള്ള പഠനം, ദെൻ സജഷൻ ഫോർ പ്രൈവറ്റ് ട്യൂഷന് വേണ്ടി സജസ്റ്റ് ചെയ്യുക, ദെൻ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് ഡയഗ്നോസ്റ്റിക് ടീച്ചിങ്. And the next question, in Erikson's model, the key challenge of young adulthood is trust versus mistrust, and option B, intimacy versus isolation, and option C, identity versus role confusion, and option D, integrity versus despair. കോൾബർഗിന്റെ മോഡലിൽ യങ് അഡൾട്ട്ഹുഡിന്റെ ചലഞ്ച് എന്താണ് കോൾബർഗ് പറഞ്ഞിട്ടുള്ളത്? And the correct answer is option B, intimacy versus isolation. അതായത് യങ് അഡൾട്ട്ഹുഡ് വരുന്നത് intimacy versus isolation. കോൾബർഗ് 8 സ്റ്റേജുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ 8 സ്റ്റേജുകൾ ഏജും അതിന്റെ കോൺഫ്ലിക്റ്റും ഒന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇൻഫാൻസി, ബർത്ത് ടു 18 months, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ ഏർലി ചൈൽഡ്ഹുഡ് 2 to 3 years. ഫസ്റ്റ് ബർത്ത് ടു 18 months അഥവാ 18 മാസം, and then 2 to 3 years early childhood. Autonomy versus shame and doubt. And third one, preschool 3 to 5. Initiative versus guilt. And fourth one, school age 6 to 11 years. Interest versus inferiority. And fifth one, adolescence 12 to 18 years. Identity versus role of confusion. Young adulthood 19 to 40. Sixth one, young adulthood 19 to 40 years. Intimacy versus isolation. And seventh one, middle adulthood 40 to 65 years. Generativity versus stagnation. Okay. And last one, maturity 65 to death. And that is ego, integrity versus despair. ഇതാണ് 8 സ്റ്റേജുകളും അതിന്റെ കോൺഫ്ലിക്റ്റും വരുന്നത് എറിക്സൺസ്. Then 28th question, choose correct one which does not belong to the category of basic needs. Basic needന്റെ കാറ്റഗറിയിൽ വരാത്ത ഏതാണെന്നുള്ളത് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫുഡ് ആൻഡ് വാട്ടർ ആൻഡ് റെസ്റ്റ്, ഫുഡ് ആൻഡ് സേഫ്റ്റി, ആൻഡ് റെസ്റ്റ് ആൻഡ് സേഫ്റ്റി. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഫുഡ് ആൻഡ് സേഫ്റ്റി. Then 29th question, choose the most appropriate combination from the list for teacher maturity.
ടീച്ചർ മെച്യൂരിറ്റിയിലെ അപ്രോപ്രിയേറ്റ് ഉള്ള കോമ്പിനേഷൻ ഏതാണെന്നുള്ള താഴെ പറയുന്ന ലിസ്റ്റ് നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വണ് ഡിപ്പെൻഡന്റ് subordinate position, limited behavior, deep interest. Second one, active, limited behavior, long term perspective, superordinate position. Superordinate position. Okay, then active, subordinate position, deep interest, long time perspective. The option D, shallow interest, short time perspective, and passivative independence. Not super, I think it's subordinate, not super, sorry, subordinate position. And the correct answer is option C, active and subordinate position and deep interest, long term perspective. Option C, active, superordinate position, deep interest and long term perspective. And 13th question, which of the following is not a gestalt principle? Gestalt principle allathu. Law of proximity, law of desire, and law of closure, and law of pregnancy. And the correct answer is option B, law of disuse. Law of disuse. ബാക്കിയുള്ളതൊക്കെ എന്താണ്? Gestalt principle പെട്ടതാണ്. Then, according to Freud, the structure of psyche are ego, id, and superego, unconscious, subconscious, and conscious, oral, anal, and phallic, primary, secondary, and tertiary. And the correct answer is option A, ego, id, and superego. And 32, according to Thurston, how many primary mental abilities are there? Etra primary mental abilities aanullathu? 5, 6, 7, 8. And the correct answer is option C, 7. Next one, choose the correct one for ECCE, education for creative children with exceptionalities. Education for creative children and empowerment, early childhood care for exceptional, and early childhood care and education. The correct answer is option D, early childhood care and education. Anida is friendly, always willing to help others, and compassionate. While considering Gardner's theory, you can assume that Anida has high. That Anida friendly ആണ്, എല്ലാവരും എപ്പോഴാണെന്നുണ്ടെങ്കിലും മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും വില്ലിങ് ആണ്. ഇതൊക്കെ ഗാഗ്നേസ് തിയറിയിൽ എന്താണ്? അനിതക്ക് ഗാഗ്നേസ് തിയറി ക്യാൻ അസ്യൂം ദാറ്റ് അനിത ഹാസ് ഹൈ. അനിതക്ക് കൂടുതൽ എന്തുണ്ടായത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അനിത, അല്ലെങ്കിൽ അനിത എത്ര ഫ്രണ്ട്ലി ആവുന്നതും മറ്റുള്ളവരുടെ എത്ര ആക്റ്റീവ് ആവുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നാണ് ഗാഗ്നേസ് തിയറി പറയുന്നത്. അതായത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണോ, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണോ, സ്പേഷ്യൽ ഇന്റലിജൻസ് ആണോ, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണോ? And the correct answer is option D, interpersonal intelligence. Then intrapersonal എന്ന് പറയുന്നത് is the capacity to explore one's inner world and feeling. അയാളുടെ അകത്ത് തന്നെയുള്ള എന്താണ് ഫീലിങ്സ് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് എക്സ്പ്ലോർ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. Then existential intelligence is the individual's ability to use collective value and intuitions to understand other and the world around them. മറ്റുള്ളവരെയും അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കൂട്ടായ മൂലങ്ങളും അവബോധവും ഉപയോഗിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനാണ് നമ്മൾ എന്താ പറയുക എസെൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. Then special intelligence, the ability to generate, retain, retrieve and transfer well structured visual images. നന്നായി ചിട്ടപ്പെടുത്തിയ വിഷ്വൽ ഇമേജുകൾ സൃഷ്ടിക്കാനും നിലനിർത്താനും വീണ്ടെടുക്കാനും പരിവർത്തനം ചെയ്യാനുള്ള കഴിവിനാണ് എന്താ പറയുക സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. Then interpersonal, മറ്റത് intrapersonal, സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ intra, and interpersonal is the ability to understand and interact effectively with others. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോട് നല്ല രീതിയിൽ പെരുമാറാനുമുള്ള കഴിവിനാണ് എന്താ പറയുക interpersonal എന്ന് പറയുന്നത്. Then 35th question, the third stage of creative thinking is, creative thinking in the third stage, creative thinking in the third stage ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. First one, thinking, incubation, illumination, and option D, verification. And the answer is
ഇല്ലൂമിനേഷൻ. ആൻസർ വരുന്നത് ഇല്ലൂമിനേഷൻ ആണ്. ഇവിടെ 5 സ്റ്റേജുകൾ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ സ്റ്റേജ്, ഇൻക്യുബേഷൻ സ്റ്റേജ്, ഇല്ലൂമിനേഷൻ സ്റ്റേജ്, ഇവാലുവേഷൻ സ്റ്റേജ് ആൻഡ് വെരിഫിക്കേഷൻ സ്റ്റേജ്. തേർഡ് സ്റ്റെപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ സ്റ്റെപ്പ് തന്നെ കാണാം. തേർഡ് സ്റ്റെപ്പ് ഏതാണ്? ഇല്ലൂമിനേഷൻ സ്റ്റേജ്. Then 36th, imagine you are bicycling in a race. Which of the following is the best example of an extrinsic motivation for this activity? നിങ്ങളൊരു ബൈക്ക് റേസ് നടത്തുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷന് ബെസ്റ്റ് എക്സാമ്പിൾ? എക്സ്ട്രിൻസിക്സ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ളൊരു മോട്ടിവേഷൻ എന്നൊക്കെ പറയാം അല്ലെ. അതായത് ബൈക്കിംഗ് ടു എൻജോയ് ദ ഫ്രഷ് എയർ, ഫ്രഷ് എയറിന് വേണ്ടിയിട്ട് സൈക്ലിംഗ് ചെയ്യുക. അല്ലെങ്കിൽ റൈസിംഗ് മണി ഫോർ എ ചാരിറ്റി യു ബിലീവ് ഇൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പൈസ ഏൺ ചെയ്യാൻ, മണി ഏൺ ചെയ്യാൻ. ക്രൗഡ് ചിയറിംഗ് വെൻ യു ഗെറ്റ് എ ട്രോഫി, ഒരു ട്രോഫി കിട്ടുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ടു ഇൻക്രീസ് യുവർ ഹെൽത്ത് ത്രൂ എക്സസൈസ്, എക്സസൈസിന് വേണ്ടിയിട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതായത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഏതാണെന്നാണ് വരുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ക്രൗഡ് ചിയറിംഗ് വെൻ യു ഗെറ്റ് എ ട്രോഫി. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് കിട്ടുന്നത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആയിട്ട് കിട്ടുന്നത് എന്താണ്? ആളുകളുടെ പ്രോത്സാഹനമാണ്. നമുക്ക് ട്രോഫി കിട്ടുമ്പോഴൊക്കെ ആളുകൾ കൈയടിക്കുന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക അല്ലെ. Then 37, the organization NCSE set up to improve the delivery of education services through inclusive education stand for. That is NCSE എന്താണെന്നുള്ളതാണ് ചോദ്യം. National Council for Special Education, National Council for School Education, National Council for Social Education and National Committee for Science Education. And the correct answer is option A, National Council for Special Education. What is the most important for a teacher? ഒരു ടീച്ചർക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? To maintain discipline in a class, to be punctual in class, to remove difficulty of students, to be a good orator. And the correct answer is definitely we can say that to remove the difficulty of students. And option C, to remove the difficulty of students. And 39th question, which of the following is not a defense mechanism? താഴെ പറയുന്നതിൽ ഡിഫൻസ് മെക്കാനിസത്തിൽ വരാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ജനറലൈസേഷൻ, പ്രൊജക്ഷൻ, അഗ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ. And the correct answer is option A, generalization. And the last and final question, select the correct one according to Skinner. സ്കിന്നറിനതിൽ പെട്ടതിലുള്ള ഏതാണ്? അതായത് പണിഷ്മെന്റ് ക്യാൻ സ്ട്രെങ്തൻ ദ ബിഹേവിയർ, പണിഷ്മെന്റ് ക്യാൻ റീഇൻഫോഴ്സ്മെന്റ് ആർ ദ സെയിം, behavior can't be modified, behavior is innate. And the correct answer is option A, punishment can strengthen the behavior. Okay, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ഡിസംബർ 2020 നോട്ടിഫിക്കേഷനിൽ വന്ന ജനുവരി കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള അഡോളസന്റ് സൈക്കോളജി ആൻഡ് തിയറീസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ, കാറ്റഗറി 3 ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.